എൻ്റെ പേര് ആൻസി ജേക്കബ്. ഞാൻ USA നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ N+RN എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് USA ചെല്ലുന്നത് 2021 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വിസയിലാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ H1B വിസയിലായതിൻ്റെ പേരിൽ എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. H4 വിസയാണ് എനിക്കുള്ളത്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയം നീ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടത്തിൽ കൃപാസനത്തെ പറ്റിയും അമ്മയെക്കുറിച്ചും ഇത് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴി പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകളൊക്കെ ഡെയിലി രാവിലെ ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് 2024 ജൂലൈ മാസം ഞാൻ ആദ്യമായിട്ട് N+RN എക്സാം എഴുതി. പക്ഷേ പാസ്സായില്ല, തോറ്റുപോയി. പക്ഷേ എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2002 പാസ് ഔട്ടാണ്. 2010 വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളൊക്കെ ആയി, പിന്നെ കുട്ടികളെ നോക്കാനുള്ളത് കൊണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അത്രയും വലിയ ഗ്യാപ്പുള്ളതിൻ്റെ പേരിൽ എനിക്ക് പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും തോറ്റുപോയപ്പോഴും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് USA സിൻസിനാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ യാക്കോബിറ്റ്സാണ്. അപ്പോൾ അവിടെ RC പള്ളിയിൽ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് അവിടെ പോയി എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലാത്തതിൻ്റെ പേരിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊന്നും പറ്റാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എക്സാമിന് വേണ്ടി. വീണ്ടും ഞാൻ കഴിഞ്ഞ ഈ 2025 മാർച്ച് മാസം 10-ാം തീയതി എക്സാം എഴുതി. എക്സാം നല്ല ടഫായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കവിടെ സിൻസിനാറ്റിയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആ ഫ്രണ്ട് എനിക്കൊരു ഉപ്പും തേനും എല്ലാം തന്നു. നമ്മൾ എക്സാമിന് പോകുന്ന 5 മണിക്കൂർ എക്സാമാണ്. ഈ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈൽ, വാച്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ ലോക്കറിൽ മേടിച്ച് വയ്ക്കും. ഞാൻ എക്സാമിന് പോയി. അവിടെ ചെന്ന് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പക്ഷേ എക്സാം നല്ല ടഫായിരുന്നു. പക്ഷെ ഞാൻ എക്സാം എഴുതുന്നതിന് ഒരു മാർച്ച് മാസത്തിൽ എക്സാം എഴുതിയെങ്കിലും ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എനിക്കൊരു അടയാളം കാണിച്ചു തരണേ. അങ്ങനെ ഫെബ്രുവരി മാസം 16-ാം തീയതി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ എക്സാം പാസ്സാവുന്നതായിട്ട്. അപ്പം മുതൽ എനിക്ക് നല്ല വിശ്വാസമായി ഞാൻ എന്തായാലും പാസ്സാവും, അമ്മ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. അങ്ങനെ എക്സാം എഴുതി. 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എക്സാം പാസ്സായി. പിന്നെ അടുത്ത സാക്ഷ്യം, ഞങ്ങൾ 4 വർഷമായി പോയിട്ട് ഇതുവരെ വിസയുടെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ H1B വിസക്കാർക്ക് ചെന്നൈയിൽ പോയി വിസ സ്റ്റാമ്പിങ്ങും ഫിംഗർ പ്രിൻറ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു. അങ്ങനെ ഞാനിത് ഡേറ്റ് ഇട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2025 ജൂൺ മാസം 30-ന് മുമ്പ് വെക്കേഷൻ നാട്ടിൽ വരാൻ പറ്റണേ എന്ന്. അങ്ങനെ ജൂൺ മാസം 12-ാം തീയതി ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ബുക്കിംഗ് കിട്ടി. ഞങ്ങൾ ജൂൺ മാസം 19-ാം തീയതി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാനിരിക്കുമ്പോൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ ആ യുദ്ധത്തിൻ്റെ പ്രശ്നം വന്ന കാരണം വീണ്ടും ഫ്ലൈറ്റ് ഡിലേ ആയി. ഒരു ദിവസം കൂടെ ഒത്തിരി ആ രാത്രി വിഷമിച്ചു. കാരണം നമുക്ക് ആ ജൂൺ മാസം 22-ാം തീയതിയാണ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, ജൂലൈ മാസം 2-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. ഈ ഡേറ്റ് എടുത്തേക്കണ കാരണം നമുക്കത് ഒരു ദിവസം ഫ്ലൈറ്റ് ലേറ്റായാൽ നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് അവിടെ നിന്ന് പോരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഡിലേ ആയി നമുക്ക് ആ ഡേറ്റിൽ വരാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ തിരിച്ച് നമുക്ക് US പോകാൻ പറ്റത്തില്ല. അത് കാരണം അല്ലെങ്കിൽ പിന്നെ വെക്കേഷൻ പോരാതിരിക്കാനും വരും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിനു വേണ്ടി ഞാൻ ഇനി ഒന്നും പ്രാർത്ഥിക്കുന്നില്ല, എല്ലാം അമ്മ നടത്തി തന്നോളൂ. ആ വിശ്വാസത്തിൽ ഞാൻ ഇരുന്നു. അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടി.
അങ്ങനെ 21 ജൂൺ മാസം 21 രാത്രി 8 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വന്നു. പിറ്റേ ദിവസം വെളുപ്പിന് അടുത്ത ഫ്ലൈറ്റ് ചെന്നൈക്ക് കയറി. ഫിംഗർ പ്രിൻ്റ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജൂലൈ 2 ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പാസ്പോർട്ട് വന്നു. ഞങ്ങൾ 28 തിരിച്ച് US പോവുകയാണ്. ഇങ്ങനെ മാതാവ് തന്ന ഈ 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. 1000 നന്ദികൾ അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഓൺലൈനിൽ സാക്ഷ്യങ്ങളും അതെല്ലാം കാണുന്നതെല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വരുമാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഹസ്ബൻഡിനോട് ചോദിച്ച് ഇങ്ങനെ ഇവിടെയുള്ള നാട്ടിലുള്ള അനാഥാലയങ്ങളിലൊക്കെ പൈസ കൊടുക്കാറുണ്ട്. ആരെങ്കിലും സഹായം ചോദിച്ചാൽ അതിന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിലും കൊന്തയിലും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ ഞാൻ പിള്ളേരോടൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. എന്തെങ്കിലും ചെറിയ അവർ 3 കുട്ടികളുണ്ട് എനിക്ക്. അവർക്ക് ഒരാൾ 13 വയസ്സ്, ഒരാൾക്ക് 11.5 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്. അപ്പോൾ പ്രായവ്യത്യാസം അധികം ഇല്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും ലഹളയാകുമ്പോൾ പിന്നെ അന്നേരം നല്ലതായിട്ട് ദേഷ്യപ്പെടുകയും വഴക്കുറിയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പം അതൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. 139 സങ്കീർത്തനം 5 തിരുവചനം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. ഇവിടെ ആൻസിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ആൻസിക്ക് വിദേശത്തായിരുന്നപ്പോൾ 15 വർഷത്തെ നഴ്സിംഗ് പ്രാക്ടീസിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർക്കൊരു ആഗ്രഹമുണ്ടായത്, ഹസ്ബൻഡിൻ്റെ ആഗ്രഹപ്രകാരം അവർ തമ്മിലൊരു തീരുമാനമെടുത്തു. NCLEX 6 എക്സാം, നഴ്സിംഗ് രജിസ്റ്റേർഡ് എക്സാം എഴുതാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനുണ്ടായ തടസ്സങ്ങളും അതിനെക്കുറിച്ചുള്ള ആദികളും പേടിയും എല്ലാം ഉടമ്പടിയിലൂടെ തനിക്ക് വളരെ പെട്ടെന്ന് ആ എക്സാം പാസ്സാവാനായിട്ട് സാധിച്ചു. എക്സാമിന് പോകുന്നതിന് മുൻപുണ്ടായിരുന്ന ടെൻഷനെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം വഴിയായി തനിക്ക് വളരെ ധൈര്യപൂർവ്വം നേരിടാൻ സാധിച്ചു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള ആക്ടിവേഷൻ ജോസഫ് അച്ഛൻ നമ്മളോട് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഉടമ്പടി ഒരു പേപ്പറിൽ മാത്രമല്ല, അതല്ലെങ്കിൽ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുവഴിയായി നാം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും നമ്മുടെ സുവിശേഷ വേലയുമെല്ലാമാണ് നമ്മുടെ ഉടമ്പടിയുടെ ഉറപ്പ് എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈശോയുമായിട്ടുള്ള ആ ബന്ധം എത്രമാത്രം ആഴമാണെന്ന് മാറ്റുരച്ച് നോക്കിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്കൊരു ആസ്തി ഉണ്ടെങ്കിൽ ഉണ്ടാകണം എന്ന് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നമ്മുടെ ആസ്തി നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടി വരും. നമ്മുടെ ബാങ്ക് ബാലൻസ് എന്തുമാത്രമാണ്, എൻ്റെ ഈശോയുമായുള്ള എൻ്റെ ആത്മീയ ബന്ധം എത്രമാത്രം വലുതാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാനായി ചോദിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായിട്ടുള്ള ആ പ്രയോഗം ഒരു തീരുമാനത്തിലെത്തുന്നതും നമുക്കതൊരു ഉറപ്പായി നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരം നൽകുന്നതും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ഏത് കാര്യങ്ങളും ഈശോ നമുക്ക് നിർവഹിച്ചു തരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ്, ഈശോയുടെ കൂടെ കുരിശിനടിയിൽ നിന്നാണ്. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തന്നെ ഇന്നത്തെ തിരുനാൾ മേരി മാഗ്ദലിൻ്റെയാണ്, മഗ്ദലന മറിയത്തിൻ്റെയാണ്. അവൾ ഈശോയോടുള്ള ആ സ്നേഹം പ്രകടമാക്കുന്നത് അവൾ ചോദിക്കുന്നു, എനിക്ക് ഈശോയെ തരിക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ ഉടനെ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യമായി ഉയർപ്പിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. നമ്മുടെ സ്നേഹം എന്തുമാത്രം ആഴമാണോ, ഈശോ ഉടനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് സാമീപ്യം നൽകുന്നു, നമുക്ക് സുഗന്ധാഭിഷേകം നൽകുന്നു, നമുക്ക്
നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകുന്നു. ഈ സഹോദരി സാക്ഷി സ്ഥിരീകരണ സമയത്ത് പറയുകയായിരുന്നു, ഇവിടെ വിട്ടുപോയതായിരിക്കാം, എനിക്ക് ക്ഷമിക്കാനുള്ള വലിയ കൃപ നൽകി. എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നു, ഞങ്ങൾ വളരെ സ്നേഹത്തിലായെന്ന്. ഇതെല്ലാം വലിയ വലിയ കൃപകളാണ് നമുക്ക് ധൈര്യം വരുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം നൽകുന്നത്. അതുപോലെ തന്നെ വിസയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാരണം അവർക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മ ഇവരെ സഹായിച്ചുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുവാൻ ഇവരെ സഹായിച്ചു. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ്, ഒരു ജീവിത ശൈലിയാണ്. നമുക്കറിയാം, നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ നമ്മെ മാധ്യസ്ഥം വഹിച്ച് സഹായിക്കും. ഈശോയിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാങ്ങിത്തരും. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആൻസിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കണ്ണീരിലിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ കണ്ണുനീർ പ്രാർത്ഥനകളും നമുക്ക് ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഇതുപോലെ പ്രവാസികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.